ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാത്തി മൊഡിസ്റ്റേ. ഇന്നത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീനെ വീഡിയോയിൽ കാണിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സെയിം ടൈമിൽ നമുക്കിവിടെ ഒരു ഹാൻഡ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ ചെയ്യുന്നത്. അവളുടെ പേര് നഫ്ല എന്നാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാനും സിനുവും കൂടെ ഒരു ഹോം ബൊട്ടിക്കാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ബ്രൈഡലിൻ്റെ തിരക്കിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വർക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല, കാരണം വർക്ക് അങ്ങനെ റിവീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത് കേട്ടോ. ഞാനിവിടെ ഒരു പാൻറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ പലാസോ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഒന്നിച്ച് കുറച്ച് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് 2 ബ്ലൗസും കൂടെ കട്ട് ചെയ്യാനുണ്ട്. ഇന്നല്ല അതും കൂടെ കഴിയുമെന്നറിയില്ല, എങ്കിലും 2 ബ്ലൗസും കൂടെ കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ 2 ബ്രൈഡിൻ്റെ 2 ബ്ലൗസുകളാണ് കേട്ടോ. ഇതൊരു ദക്ഷിണ കൊടുക്കൽ ഫംഗ്ഷൻ്റെ ബ്ലൗസും ഇതൊരു സെക്കൻഡ് സാരിയുടെ ബ്ലൗസും കൂടെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ മാത്രമാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഹാൻഡ് വർക്ക് സീനുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവൾ ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ നമുക്കിനി ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. സ്റ്റിച്ചിന് അടിയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ച് വ്യത്യാസം പോലെ. അടിയിലത്തെ സ്റ്റിച്ച് നോക്കിയിട്ട് മെഷീൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ആൾ വന്ന് റിപ്പയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ ചേച്ചിനോട് സൗണ്ട് ഒരു വ്യത്യാസം പോലെ തോന്നി. അപ്പോൾ ചേച്ചി ഒരു ചുരിദാറിൻ്റെ നെക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. കറണ്ട് ഇല്ലാത്തത് കാരണം അയൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ക്യാൻവാസ് വെച്ചിട്ടില്ല കേട്ടോ. ഇൻവേർട്ടറിലാണ് മെഷീൻ ഓടുന്നത്. ഇവിടെ ഒരു ഉള്ളിലൊരു പരിപാടി കൊടുക്കുക, എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് മറിച്ചിട്ട് ലൈനിങ് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ടിപ്സായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ സ്റ്റിച്ച് ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ രീതികളെ ചേച്ചിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കിവിടെ എപ്പോഴും നോർമൽ സ്റ്റിച്ചിങ്ങിൻ്റെയും തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചുരിദാർ ചെയ്യുന്നത്. ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഒക്കെ ഇടയിൽ ഫാമിലിന്നും ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെയും നൈബേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് നമുക്ക് നോർമൽ സ്റ്റിച്ചിങ് എപ്പോഴും വരാറുണ്ട്. അപ്പം ഞാൻ 2 ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് ചെയ്യണോ അതോ നഫ്ലയുടെ കൂടെ ഹാൻഡ് വർക്കിന് പോകണോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. കാരണം എല്ലാം അർജൻറ്റ് വർക്ക്സാണ്. അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് ചേച്ചിയുടെ ചുരിദാർ കഴിയുന്നത് വരെ വർക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് പോട്ടെ. അപ്പോൾ ഇനി ഞാനും കുറച്ച് നേരം ആരി വർക്കൊക്കെ ചെയ്തിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Okay, bye bye.